അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴൊക്കെ മിക്ക വീടുകളിലും പവർ കട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻവേർട്ടറോ സോളാറോ ഉണ്ടായിരിക്കും. മിക്ക വീടുകളിലും ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും. അപ്പോൾ എന്നെ പോലെയുള്ളവർക്കൊക്കെ ഇതുപോലെ പവർ കട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഫൈ റൂട്ടറൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു UPS സഹായം തേടേണ്ടി വരും. അപ്പോൾ ഈ UPS എന്ന് പറയുന്നത് ഇതുപോലെ വൈഫൈ റൂട്ടറിന് മാത്രമല്ല, വീട്ടിലെ മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം വീട്ടിലൊക്കെ ഇതുപോലെ ഇൻവേർട്ടറും സോളാറും ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇതിന്റെ കണക്ഷനും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ശരിക്കും നമുക്ക് ഈ വൈഫൈ റൂട്ടർ ഈ UPS, അതായത് 12 വാട്ട് UPS ആണിത്. 12 വാട്ട് UPS. ഈ 12 വാട്ട് UPS നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഇതിലോട്ട് നമ്മൾ വൈഫൈ റൂട്ടറിലോട്ട് പവർ വന്നിരിക്കുന്ന കേബിളില്ലേ, നമ്മൾ പവർ കൊടുത്തിരിക്കുന്ന ആ കേബിള് നമ്മളിങ്ങ് ഊരിയെടുക്കണം. ഈ പിന്നിങ് ഊരിയതിന് ശേഷം നമ്മൾ അതായത് ഞാൻ ഇതിൽ കാണിക്കാം. ഇതിൽ ഇന്നും ഔട്ടും, ഇത് ഔട്ട്, ഇതിന്. അപ്പൊ ഈ ഇന്നെന്ന് കാണുന്ന ഇതിലോട്ട് നമ്മൾ ഈ കേബിൾ കൊണ്ടുവന്നിട്ട് നമ്മളിത് കണക്ട് ചെയ്യാം. അതായത് നമ്മൾ നമ്മുടെ വൈഫൈ റൂട്ടറിൽ പവർ കൊടുത്തിരിക്കുന്ന അത് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഇന്നെന്നുള്ള ഇതിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ കണക്ട് ചെയ്ത് ഇതിലോട്ട്. ഇത് ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ 12 വാട്ട് UPS കൂട്ടത്തിൽ നമുക്കൊരു കേബിൾ വരും. അതുകൊണ്ട് തന്നെ ഈ കേബിളിന്റെ കൂട്ടത്തിൽ കുറെ ഇൻപുട്ട് കണക്ടറും ഇതുകൊണ്ടൊക്കെ കുറെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനുള്ള, ഈ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനുമായിട്ട് കുറച്ച് എക്സ്ട്രാ പിന്നുണ്ട്. ഈ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഇതുമായിട്ട് സെറ്റ് ആവാത്ത രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ആക്കാൻ വേണ്ടിയുള്ള പിന്നുകളാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഈ കേബിൾ വെച്ച് കണക്ട് ചെയ്ത് നോക്കും. ഇത് സെറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്ട്രാ പിന്നുള്ളത് അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അപ്പൊ ആദ്യമേ നമ്മൾ ഇത് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യമേ ഇത്, അപ്പൊ ഇതിന്റെ ഔട്ടിൽ നിന്ന് നമ്മൾ ഔട്ടിൽ നിന്ന് കണക്ട് ചെയ്യുക. ആദ്യമേ ഈ കേബിള് നമ്മൾ ഈ ഔട്ടിൽ നിന്ന് ഇതിന്റെ ഏത് സൈഡാണെന്ന് നോക്കണം. ആദ്യമേ ഇതിന്റെ ഏത് സൈഡ് ആണെന്ന്, ഇതിന്റെ കണക്ട് ആവുന്ന സൈഡ് ഈ യെല്ലോ കളറുള്ള ഇതാണ് ഇവിടെ സെറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ നമ്മൾ കണക്ട് ചെയ്തു. ഇതിവിടെ ഈ ഔട്ടിൽ നിന്ന് ഇത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനി ഇവിടുന്ന് ഇതിന്റെ മറ്റേ അറ്റം, അതായത് ഇവിടുന്ന് ഔട്ട് നമ്മൾ എടുത്തില്ലേ, ഈ ഔട്ട് എടുത്ത ഇവിടുന്ന് നമ്മൾ അടുത്ത ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വൈഫൈ റൂട്ടറിന്റെ പവർ കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ കണക്ട് ചെയ്തു. ഇത് കണ്ടില്ലേ, പവർ കൊടുക്കേണ്ട സ്ഥലത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പവർ കൊടുക്കുക. ഇനിയും പവർ കൊടുത്തു കഴിയുന്നുണ്ടെ ഇത് ഓൺ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഓൺ ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതില് ഇത് ഓണും ഓഫും ചെയ്യുന്ന ഒരു സ്വിച്ചാണിത്. ഓക്കെ, ഇതിപ്പോ ഓഫിലാണ് ഇരിക്കുന്നത്. ഇത് ഓൺ ചെയ്തു, ഇത് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, ഇത് ഓൺ ചെയ്ത് വെക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ഓണിലിരുന്നാൽ മാത്രമേ, നമ്മൾ കറണ്ട് പോയി കഴിയുന്ന സമയത്തും ഇത് ഓണിലിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വൈഫൈ റൂട്ടറിലോട്ട് പവർ കിട്ടത്തുള്ളൂ. ഇപ്പം ഇത് ഓണിലാണ് ഇരിക്കുന്നത്, ഇതിവിടെ പവർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് പവർ കിട്ടുന്നുണ്ട് ഇതിലോട്ട്. ഇതിപ്പോ ഈ റെഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വൈഫൈയുടെ കേബിൾ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇവിടെ വരെ അതിന്റെ ലെങ്ത് ഇല്ലാത്ത കാരണമാണ്. അല്ലെങ്കിൽ അതും കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചേനെ, ലെങ്ത് ഇവിടെ വരെ വരത്തില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇവിടെ കണക്ട് ചെയ്യാതിരുന്നത്. അത് കാരണമാണ് ഈ റെഡ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇവിടുന്ന് പവർ ഓഫ് ചെയ്യുകയാണ്. അവിടുന്ന് ഞാൻ പവർ ഓഫ് ചെയ്ത് കഴിയുന്നേ, ഇത് നമ്മുടെ ഇതുമായിട്ട് കണക്ട് ആയത് കാരണം ഇത് ഓഫ് ആവത്തില്ല. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പവർ ഓഫ് ചെയ്യുകയാണ്. ഞാൻ പവർ ഓഫ് ചെയ്തു. അവിടുന്ന് മെയിൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇപ്പോഴും നമ്മുടെ ഇത് വൈഫൈ നമ്മുടെ ഓണിലാണ്. ഇത് എന്തുകൊണ്ടാണ് ഓണിലിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ UPS ഓണിലാണ് ഇരിക്കുന്നത്. ഇത് ഓണില്. അതേസമയം ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇപ്പം തന്നെ അത് ഓഫ് ആവും. ഇപ്പൊ ഇതൊന്ന് ഓഫ് ചെയ്ത് കാണിക്കാം ഞാൻ. കേട്ടെ, ഇത് ഓഫായില്ലേ, ഇതങ്ങ് ഓഫായി. അത് ഓഫായത് എന്തുകൊണ്ടാണ്, നമ്മൾ ഇതിന്റെ UPS ഇത് ഇവിടുന്ന് ഓഫ് ചെയ്ത് കാരണം. ഇത് ഓണിലിരുന്നാൽ മാത്രമേ നമുക്ക് പവർ കട്ടായാലും ഇത് കട്ടാകാതെ ഇത് ഓണിൽ തന്നെ നമുക്ക് UPS നമ്മുടെ ഓണിൽ തന്നെ ഇരുന്നാൽ മാത്രമേ നമുക്കിത് നമ്മുടെ വൈഫൈ എപ്പോഴും ഓണിലേക്ക് നമുക്ക് വർക്കായി കിട്ടത്തുള്ളൂ.
ഇത് ഓണിലിരിക്കണം എപ്പോഴും. ഇതാണ് മെയിനായിട്ട് ഓർക്കേണ്ടത്. ഇതിൻ്റെ ഈ ഓൺ എന്നുള്ള ഇത് ഓണിലിരിക്കണം. ഓക്കെ, കണക്ഷനെല്ലാം ഇതേ രീതിക്കാണ് കൊടുക്കേണ്ടത്, വേറെ ഒരു വ്യത്യാസവും. പിന്നെ ഈ പിന്നിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നുകളൊക്കെ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും ഏതെങ്കിലും കണക്ഷന് എന്തെങ്കിലും വ്യത്യാസമുള്ള പിന്നുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഉപയോഗിക്കാൻ വേണ്ടി ചില ഇതിനൊക്കെ വൈഫൈ റൂട്ടറിനൊക്കെ മാറ്റിയുള്ള ഇതൊക്കെ വ്യത്യാസമൊക്കെ വരും. പലതിനും പല രീതിയിലുള്ള പിന്നുകളാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ പിന്നുകൾ എക്സ്ട്രാ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗമൊന്നും നമുക്ക് ആവശ്യം വന്നില്ല. നമുക്ക് ഈ ഒറ്റ ഒരു കേബിളിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗമില്ല. നമുക്കല്ലാതെ തന്നെ സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനായിട്ട് പവർ കട്ട് ആയതിനു ശേഷം ഈ UPS ഒരു 4 മണിക്കൂർ ബാക്കപ്പ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങിയതായത് കൊണ്ട് തന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഇത് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് കണക്ക് വൈഫൈ റൂട്ടർ UPS എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, പല കമ്പനികളുടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത് ഇത് കണക്ക് വാങ്ങാനായിട്ട് സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് കണക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.